മഞ്ഞുറഞ്ഞു മഴക്കാറു നീങ്ങി വാനം വിട്ട് വാരായോ വനജേ നിൻ ശ്രീപാദം ഞാൻ തേടും രാഗം നവതി നാഗങ്ങൾ ഭയമോടതു മരണം അതിന്നതു കാത്തു കിടപ്പു. ഹലോ ഗൈസ്, എല്ലാവർക്കും FS വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്വന്തം ഇരിഞ്ഞാലക്കുട ഒരു കലാകാരനുണ്ട്. ആ കലാകാരനെ ശരിക്കും പരിചയപ്പെടണം. ആൾ ഫേമസ് ആണ്. ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അതായത് കുറേ ആൽബം സോങ്സ് പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓണക്കളിപ്പാട്ടിലെ നല്ല നല്ല പാട്ടുകൾ പാടി നല്ല ഹിറ്റായി നിൽക്കുന്ന ഒരാൾ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സുമൻ ഇരിഞ്ഞാലക്കുടയാണ്. നമ്മുടെ സുമൻ ചേട്ടൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ഓണക്കളി ഫീൽഡിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി ഇപ്പോൾ ചേട്ടൻ ഓണക്കളി ഫീൽഡിലുള്ളത്. അപ്പോൾ ചേട്ടൻ ഓണക്കളി ഫീൽഡും പിന്നെ ഇപ്പം എന്താ ചെയ്യണ, ഇപ്പോൾ എന്താ പരിപാടി, അതിനെക്കുറിച്ച് രണ്ട് വാക്കൊന്ന് പറഞ്ഞേ. ഞാൻ സാധാരണ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. കൽപ്പണിയാണ് എൻ്റെ മെയിൻ വരുമാന മാർഗം. പിന്നെ ഞാൻ പുറ്റുങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടാണ്, ദേവിയുടെ വെളിച്ചപ്പാടാണ്. അതായിരിക്കും ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കുന്നത്. അതെ, മുടി അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തോറ്റം പാട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ഇതിൽ കോമറായിട്ട് പോകണം, ദേവിയുടെ കോമറായിട്ട് പോകണം, വീരഭദ്രസ്വാമിയുടെ. പിന്നെ ചിന്തുപാട്ട് അതേപോലെയൊക്കെയുള്ള. ഇപ്പം പിന്നെ കൊറോണ ആയ കാരണം അങ്ങനത്തെ പ്രോഗ്രാമുകൾ കുറവാണ്. കൊറോണ ശരിക്കും എല്ലാവരും പിടിച്ച് വരച്ചു. പിന്നെ നമുക്ക് കുറച്ച് പട്ടികളുടെ വളർത്തു പട്ടികളുടെ ബ്രീഡിങ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോണ്. ഓണക്കളി പാട്ട് സംബന്ധമായ കാര്യങ്ങൾ. ഓണക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കളി ഞാനിപ്പോൾ അധികം നാളായിട്ടില്ല വന്നിട്ട്, ഒരു 9-10 വർഷത്തോളമായിട്ടുള്ള മേഖലയിലേക്ക് വന്നിട്ട്. ഒരു നാടൻ ലൈവ് പ്രോഗ്രാമാണല്ലോ ഓണക്കളി. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളെ പരിചയപ്പെടാനും അതുപോലെ തന്നെ അവരൊപ്പം വേദിയിൽ മാറ്റുരയ്ക്കാനും ഒക്കെ അതുകൊണ്ട് എനിക്ക് അവസരം ഉണ്ടായി. എന്നെ ഓണക്കളിക്ക് പാടാൻ വേദിയിൽ പ്രാപ്തനാക്കിയത് നിസരി കലാഭവൻ്റെ ബാബു ഹസനാണ്. അദ്ദേഹമാണ് എനിക്ക് അതെന്നും ഞാൻ സ്മരിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഓണക്കളി ടീമുണ്ട് എനിക്ക്. എങ്കിൽ പോലും ഞാനൊരു ആശാൻ എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ പോലും എന്താ പറയുക, ഞാനൊരു കോർഡിനേറ്റർ മാത്രമാണ്. അവരൊക്കെ ഒന്ന് കൂട്ടായി യോജിപ്പിച്ച് എല്ലാവരും കഴിവുകളെ അതെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഭാഗഭാക്കാവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്, ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരാൻ സാധിച്ചതിൽ. പിന്നെ എന്താ പറയുക, മത്സരക്കളിക്ക് ചെല്ലുമ്പോൾ മത്സരം എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചുള്ള കലാകാരന്മാർക്ക് വേദിയിൽ മാത്രമല്ലോ. ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് ഇപ്പോൾ നാദമായിട്ട് മത്സരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളായിട്ട് മത്സരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആ സൗഹൃദം ഞങ്ങൾ നിലനിർത്തി അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ കുറെ മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബത്തിൽ പിന്നെ ഞാൻ കണ്ട യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു, ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള പൊലിപ്പൂവിൽ ഞാൻ കണ്ടായിരുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് സുമൻ ചേട്ടന്റെ തരളിപ്പാട്ടിലേക്ക് ഒന്ന് കടന്നു നോക്കാം. മോഹഭംഗം ശൂർപ്പണകയിലായി കാമനൈരാശ്യം അവളില്ലതേറി ലളിത മോഹിനി വേഷം മാറി അഞ്ജന ശൈല സമാനം മതാകിയ കരാള രൂപിണിയായി അവൾ മാറി ഘോരദംഷ്ട്രകൾ അവളില്ലതായി ചമ്പൻ ജഡമുടിയിടയിൽ പാറി കൂർത്തു വളഞ്ഞതു മൂർത്തു പരന്നൊരു നഖമുന അവളുടെ വിരലില്ലതായി വീർത്തുന്തിയ ഉദരം വെള്ളിവായി പർവ്വത വട്ടമതേറിയ വൻമുലകൾ അന്നവളിലതായുള്ളവായി അവളൊരു ഭീകര രൂപിണിയായി സീതയെ ശാപ്പിടുവാനൊരു ഭാവം അവളിലതുളവായി തകതൈതൈ അന്നേരം ലക്ഷ്മണനോ വാളും ഊരി തകതൈതൈ കുതിച്ചു ലക്ഷ്മണൻ മുൻപോട്ടോടി ഗഡ്ഗപാണിയായുടനെ ചാടി കോപത്തിൽ ലക്ഷ്മണൻ ഉടനല്ലറി പഞ്ച ഉറപ്പുകൾ ചേതി ചവനം നേരം അവളല്ല മുറയോടോടി രഘുവംശജനുടെ ആയുധം അവളുടെ അരമനയിൽ കയറി തകതൈതൈ പ്രാണൻ പീഡയും പോൽ അവളും അലറി തകതൈതൈ. സുമൻ ചേട്ടാ, സുമൻ ചേട്ടന് മനസ്സിനെ ഇണങ്ങിയത്, അതായത് കൂടുതൽ ഇത് ഞാൻ പാടിക്കഴിഞ്ഞാൽ നന്നാവും, അല്ലെങ്കിൽ ഈ പാടിയത് എനിക്ക് ഏറ്റവും കംഫർട്ട് എന്നുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ, അത് ട്യൂൺസ് പാട്ടായാലും കുഴപ്പമില്ല, ആ ഒരു പാട്ട് നോക്കിയാലോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഓരോ സംഗീതം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ കാഴ്ചപ്പാടുണ്ടാവും പാട്ടിനെ കുറിച്ചിട്ട്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ശൈലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിക്കൊണ്ട് സംഗീതം ചെയ്യുന്നൊരു ശൈലിയാണ് എൻ്റെ. അപ്പം അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പാട്ടിന് രണ്ടുപേരും ഞാൻ പാടാം.
നീലകണ്ഠ ഗൗരീശം ഹൈമാവതി ഉമാമഹേശ്വരം ഭൂതഗുണാധിപം വന്ദിതം പാർവതി പരമേശ്വരം താരക ബ്രഹ്മം ഭരതം ഭൂതിഗുണവിലാസിതം ഈ മണ്ണിലടിഞ്ഞു തീരും കാലം എഴുതിയ നാടകം വിധി വന്നു തേങ്ങല തിരശീല താഴ്ത്തും ഇനിയൻ ജീവിതം ഈ മണ്ണിലടിഞ്ഞു തീരും കാലം എഴുതിയ നാടകം വിധി വന്നു തേങ്ങല തിരശീല താഴ്ത്തും ഇനിയൻ ജീവിതം ശിവശങ്കരനകലയൊളിച്ച് നെടില നേത്രമതിലഗ്നിയുണർന്ന് ഗോമേതകം ചിന്നിയുടങ്ങ് വേനൽ ചൂടിൽ ലങ്കവരണ്ട് ഇനി മണ്ണിലേകനായി ത്രേതായുഗത്തിലെ രാവണൻ കരിങ്കൂവളം കരിഞ്ഞൊരു ഭൂവിൽ ഇന്നൊരു കരിയും ജന്മമാ. ഇതാണ് ആ പാട്ട്. ഇത് രാവണന്റെ മരണത്തിന് മുമ്പ് രാവണന്റെ എന്താ പറയാ ചിന്തകള് അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം രാമായണത്തിൽ ഇല്ലാത്തൊരു സന്ദർഭമാണ് ഇത് കേട്ട് കഴിഞ്ഞാല്. പക്ഷെ പ്രേക്ഷകർക്ക് എന്തായാലും അത് മനസ്സിലായിരിക്കും. സിനിമ പാട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമ പാട്ടുകൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ അതൊക്കെ പാടിക്കുന്നുണ്ട്. അതൊക്കെ നമ്മള് പാടി കഴിക്കും. ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞ കാരണം രണ്ടുപേര് ഞാൻ പാടാം. വണ്ണം കൊണ്ട വെണ്ണിലവേ വാനം വിട്ട് വാരായോ വണ്ണം കൊണ്ട വെണ്ണിലവേ വാനം വിട്ട് വാരായോ വിണ്ണിലെ പാതയിல்லை உன்னை தொட ஏணியில்லை விண்ணிலே பாதையில்லை உன்னை தொட ஏணியில்லை வண்ணம் கொண்ட வெண்ணிலவே வானம் விட்டு வாராயோ வண்ணம் கொண்ட வெண்ணிலவே பக்கத்தில் நீயும் இல்லை பார்வையில் ஈரமில்லை சொந்தத்தில் பாஷையில்லை சுவாசிக்க ஆசையில்லை பக்கத்தில் நீயும் இல்லை பார்வையில் ஈரமில்லை சொந்தத்தில் பாஷையில்லை சுவாசிக்க ஆசையில்லை கண்ணி உன்னை சொல்வதற்கு காற்றுக்கு ஞானமில்லை நீலத்தை பிரித்து விட்டார் வானத்தில் ஏதுமில்லை தள்ளி தள்ளி நீ இருந்தால் சொல்லிக்கொள்ள வாழ்க்கை இல்லை வண்ணம் கொண்ட வெண்ணிலவே வானம் விட்டு வாராயோ விண்ணிலே பாதையில்லை உன்னை தொட ஏணியில்லை வண்ணம் கொண்ட வெண்ணிலவே.
ഏറ്റവും ശരിക്കും റജനി നല്ല രസമുണ്ട് കേൾക്കാം നിങ്ങൾ പറഞ്ഞ പോലെ അല്ല കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും ഒരു മലയാള പാട്ട് കൂടെ എന്തായാലും പാടണം, അതെന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ്. एक बेवफा के जख्म पे मरहम लगाने हम गए, एक बेवफा के जख्म पे मरहम लगाने हम गए, मरहम की कसम, मरहम की कसम, मरहम की कसम, मरहम न मिला, मरहम की जगह मरहम गए, मौला मौला अलहम लना या हदीना बंगना, मौला मौला अलहम लना या हदीना बंगना, കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിമയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന റുഹേ റുഹേ, ഞാവൽ പഴ കണ്ണിമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്, അത്തറിന്റെ കുപ്പി തുറന്നേ ഉള്ള ബസാറ്, ദിക്കർ മൂളണ തത്തകളുണ്ട്, ഉത്തരമായവ ചൊല്ലണതെന്ത്, ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട്, പ്രിയനേ പ്രേമത്തിൻ തുണ്ട്, യാ മൗല മൗല ഇൽഹം ലനാ യാ ഹദീനാ ബംഗനാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സൂപ്പറായിട്ടുണ്ട്. മീനച്ചൂടിന്റെ കാലമുണർന്നേ, തുടിപ്പാട്ടിന്റെ താളമുയർന്നേ, തകൃതാളം പാടണക്കാവിൽ ഇന്നല്ല ദേവിക്ക് ചാന്താട്ടം, കല്ലച്ചൂടണ കണ്ണകി പെണ്ണിന് ഇന്നല്ല കാവിൽ മുടിയാട്ടം, മീനച്ചൂടിന്റെ കാലമുണർന്നേ, തുടിപ്പാട്ടിന്റെ താളമുയർന്നേ, തകൃതാളം പാടണക്കാവിൽ ഇന്നല്ല ദേവിക്ക് ചാന്താട്ടം, കല്ലച്ചൂടണ കണ്ണകി പെണ്ണിന് ഇന്നല്ല കാവിൽ മുടിയാട്ടം, കരിവാർമുകിലാടിയുള്ളൊരു നീലച്ചുരുൾ മുടിയാടാട്, തെള്ളിവാനില മേഘം ഉറങ്ങതുപോലെ മതി കലയോടാട്, ചിലർ പാടിയ തന്നാരം പാട്ട്, ചിലം പാടിയ ചെന്തമിഴ് പാട്ട്, നിറചെങ്കതിരങ്ങു കിഴക്കുതിക്കുന്ന കതിരവ ചേലാട്, ഒരു ചെങ്കടലോളമടത്തിനി കാവിൽ വിരിഞ്ഞൊരു മന്ദാരം, മീനച്ചൂടിന്റെ കാലമുണർന്നേ, തുടിപ്പാട്ടിന്റെ താളമുയർന്നേ, തകൃതാളം പാടണ കാവിൽ ഇന്നല്ല ദേവിക്ക് ചാന്താട്ടം, കല്ലച്ചൂടണ കണ്ണകി പെണ്ണിന് ഇന്നല്ല കാവിൽ മുടിയാട്ടം. അടിപൊളി, സൂപ്പർ, രക്ഷയില്ല. ചേട്ടാ നമുക്ക് ഇനി ഒരു അടിപൊളി ഒരു തരളിപ്പാട്ടെന്ന് പാടി നോക്കിയാലോ? അടിപൊളി തരളിപ്പാട്ട് എന്ന് പറയുമ്പോൾ നല്ല കേൾക്കാൻ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പോണ ഒരു തരളിപ്പാട്ട് അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ? തരളിപ്പാട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് എന്നെ അല്ലെങ്കിൽ സുമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് എഴുതിയ ഒരു പാട്ടുണ്ട്, നാഗഭാഷം എന്ന് പറഞ്ഞൊരു സന്ദർഭമാണ് ആ പാട്ട്. അത് എഴുതിയിരിക്കുന്നത് അനിൽ ഇരിങ്ങാലക്കുട അനി ആണ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും അതുപോലെ അനി വാവ അങ്ങനെ കുറച്ച് ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എടുത്തിട്ടുണ്ട് എപ്പിസോഡ് നല്ല രീതിയിൽ പാടി നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. കേരളീനെ കുറിച്ച് പറഞ്ഞ മുമ്പ് പറയാനുള്ളത് എന്താ വെച്ചാൽ വാവനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് സംഗീത ഓണക്കളിപ്പാട്ടുകൾ സംഗീതം ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് എന്നെ എത്തിക്കാനായിട്ടുള്ള ഒരു പാട്ടില് വാവയ്ക്ക് 1-2 പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ
ചേട്ടനായിട്ടുള്ള ഒരു പരിചയപ്പെടൽ ഇവിടേക്ക് എത്താൻ കാരണം തന്നെ വാവ ചേട്ടനാണ്. തീർച്ചയായിട്ടും വാവയാണ് കാരണം. ആള് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആളുണ്ട്, ആള് കോണ്ടാക്ട് നമ്പറൊക്കെ തന്ന്. അങ്ങനെയാണ് ശരിക്കും. അതെന്താ വെച്ചാല് ഞങ്ങള് പറഞ്ഞ പോലെ ഓണക്കളി ഇല്ലെങ്കിലും മറ്റുള്ള എന്താ പറയാ സൗഹൃദത്തിന് യാതൊരു കോട്ടമില്ല. അത്യാവശ്യം അങ്ങോട്ട് വിളിക്കാവുന്നതും അങ്ങോട്ടും കൊണ്ട് പോയി വരാവുന്നതായിട്ടുള്ള സൗഹൃദങ്ങൾ എപ്പോഴും നമ്മളത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വാവനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ നല്ലൊരു ഗായകനാണ്. അതിലുപരി എൻ്റെ 1-2 പാട്ടുകൾ എൻ്റെ ആരംഭകാലത്തിൽ ഇപ്പം നമ്മൾ സംഗീതം ചെയ്യുമെന്ന് മനസ്സിലായത് വാവയൊക്കെ നമ്മുടെ 2 പാട്ടുകൾ പാടി ശേഷമാണ്. അതിൽ മെയിൻ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് കണ്ണാടി നോക്കാൻ കല്യാണരാവ് എന്നുള്ള പാട്ട്. അത് വാവ ആ എപ്പിസോഡിൽ പാടിയിരുന്നു. അതെങ്ങനെ കേട്ടേ? നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് അത്. പിന്നെ തീർച്ചയായിട്ടും അത് ലോകം അംഗീകരിച്ച പാട്ടല്ലേ. അപ്പം അത് പാടിയ ഗായകൻ അത് ഓരോ വേദിയിലും ഓരോ സ്റ്റൈലിലായിരിക്കും ചിലപ്പോൾ പാടുക. അപ്പോഴത്തെ ഓരോ ദിവസത്തിനനുസരിച്ചുള്ള ഒരു ഇതിലായിരിക്കും പാടുക. പക്ഷെ ആ പാട്ടിനെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ അനിയുടെ എഴുത്തും നല്ല ലെവലിലുള്ള കല്യാണം ആണല്ലോ. അപ്പോൾ അനിയാണ് എന്നെ ശരിക്കും ബാബുഹാസൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുന്നതും എന്നെ ബാബുഹാസനായിട്ട് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ആശാനാണ് ബാബുഹാസൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ വേദിയിൽ വരുന്നത്. അപ്പം അതിൻ്റെ 2 വരി പാടാൻ ഞാൻ. നാഗം യാത്രയതന്നു തുടങ്ങി അനവധി കാതങ്ങൾ അതു താണ്ടി ശാശ്മല ദ്വീപിൻ മുകളിലതെത്തി മുഖമതു നാഗത്തിന്നതു വാടി അനവധി നാഗങ്ങൾ ഭയമോടതു മരണമതിന്നതു കാത്തു കിടപ്പു എന്തു സങ്കടം ഇവരിൽ വരുവാൻ പോയി നോക്കിടാം വെറുതെയതവിടെ ഇവരെയതെല്ലാം കാക്കുക വേണം നോക്കു കണ്ടിടേണം തകതൈതൈ കറ തീർത്ത് കള്ളിയിന്ന് ജയിച്ചിടണം തകതൈതൈ നാഗം അവിടെ ഇറങ്ങിയതെന്ന് നോക്കൂ എൻ പ്രിയരേ ഇവിടിന്ന് എന്തു ദുഃഖമായി നിങ്ങളിൽ ഇന്ന് പറയുക അതിവേഗം മധു തീർക്കാം തിരുകണ്ണൻ തന്നവനുടെ ജടമുടി എന്റെ കീഴിലല്ലേ തകതൈതൈ നിടീനമായി നിടിലനായനൻ തോഴൻ തകതൈതൈ എങ്കിൽ പറയാം ഞങ്ങളതിന്ന് ഞങ്ങളിൽ ഒരുവനെ കാക്കുകിലിന്ന് ആണവനാണട നീയട നീ ഇനി വരുമവനെ വെറുതെ കാണുക നീ ആണവനാണട നീയട നീ ഇനി വരുമവനെ വെറുതെ കാണുക നീ പശ്ചിമ ദിക്കു കീറുന്നവിടെ നാഗഗണത്തെ ഒത്തുഭുജിക്കാൻ വന്നിടുന്നു കാലൻ തകതൈതൈ പണമാലേ തടുത്തിടു ഒക്കുമെങ്കിൽ തകതൈതൈ നാഗം കണ്ടതു കണ്ണിമ ചിമ്മി ഗരുഡൻ പാറിയിറങ്ങിയതെന്ന് വെറുതെ ഇന്ന് നിന്നെ കാണാൻ അരുതേ പോരിനു നീ വരുകരുതേ അരുതേ പോരിനു നീ വരുകരുതേ പണമാണോ വല്ലമില്ലടൈവനിൽ കള്ളി കാട്ടാമീ ഞാൻ തകതൈതൈ ദേവകൾ വാഴ്ത്തിയിടും ഗരുഡൻ ഈ ഞാൻ തകതൈതൈ. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല വരികളുള്ള ഒരു പാട്ടാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അന്ന് കാലത്ത് അത് പാടാൻ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആദ്യത്തെ വേദിയിൽ ആദ്യത്തെ മത്സരപ്പാട്ടായിട്ട് പാടാൻ ഭാഗ്യം കിട്ടിയൊരു പാട്ടാണ് ഈ നാഗപാശം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നു. ചേട്ടൻ്റെ വീട്ടിൽ കണ്ട് ഞാൻ അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കാരണം വെച്ചിങ്ങനെ അവിടെ രാമായണം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബൈബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഖുർആനുണ്ട്. ഈ 3 പുസ്തകവും ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ചേട്ടൻ എല്ലാ ബുക്കും അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം വായിക്കുന്നതാണോ? അപ്പം എല്ലാം രാമായണം അല്ല മറ്റേ ബൈബിളായാലും ഖുർആനായാലും എല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ട്? എല്ലാം വായിച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുതരാറ് പുസ്തകങ്ങളാണ്. അമ്മ ഇപ്പം നമുക്കൊരു സമ്മാനം പോലെ തരുക വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളാണ് അമ്മ കൊണ്ടുതരിക. അപ്പോൾ അങ്ങനെ കിട്ടിയ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് എനിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാനും ഇത് ശീലാക്കി. പക്ഷെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോമദേവ ഭട്ടൻ്റെ കഥാസരിസാഗരം എന്നുള്ള പുസ്തകം. അത് ഞാൻ 60 ചില്ലാൻ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 60 ചില്ലാൻ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പക്ഷേ അപാര എന്താ പറയുക സാഹിത്യമാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് രാവണപക്ഷം പാട്ടിലാണ് ഞാൻ കൂടുതലും സംഗീതം എഴുതിയിരിക്കുന്നത്. രാവണം എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണക്കളിക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു കോലായിരിക്കില്ല, മീശൊക്കെ കട്ട് ചെയ്ത് മുടിയൊക്കെ കഴിച്ചിട്ട്. അപ്പം അവർ നോക്കുമ്പോൾ ആ ഒരു ഫീൽഡിൽ അങ്ങനത്തെ ഒരു രൂപം വേറെ ഇല്ല. പിന്നെ കൂട്ടുകാരിങ്ങനെ വിളിച്ച് അങ്ങനെ ഇതായതാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും നായകൻ രാവണൻ തന്നെയാണ്. രാവണൻ ഇല്ലെങ്കിൽ രാമായണം ഇല്ല. കാരണം
നായകനേക്കാൾ പ്രാധാന്യമുള്ള പ്രതിപുരുഷനാണ് രാവണൻ. ചേട്ടൻ കുറേ മത്സര കളികൾ കളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കുറേ ടീമുകളായിട്ട് കളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ടീമുകളിൽ ഏറ്റവും ചേട്ടന് മുട്ടാൻ പറ്റിയ ടീം ഏതായിരിക്കും? അതായത് ഈ ടീമിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മത്സരിച്ച് ജയിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും തോന്നല്ലോ. അത് എന്താ പറയുക, ഞാനൊരു നാച്ചുറലി ഞാനൊരു തെരളി പാട്ടിനെ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുപോലെ തെരളിയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് എപ്പോഴും എതിരാളിയായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് പാടണമെന്ന് തോന്നിയിട്ടുള്ള നമ്പർ 1 ടീം നടന തന്നെയാണ്. നടന കലാവേദി പൊന്നനം കാട്ടൂർ. അപ്പം അതിൽ എന്താ പറയുക, വിനോജേട്ടൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് ആളുടെ പാട്ടിൻ്റെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലെ തിരമാല പോലെയാണ്. അതിങ്ങനെ പതികാലത്തിൽ തുടങ്ങി അങ്ങനെ പതുക്കെയാണ് പാട്ട് തുടങ്ങുക. അത് കഴിഞ്ഞിങ്ങനെ ഓരോ ഗിയർ മാറി 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 കത്തി കയറി അടിച്ച് സുനാമി പോലെ അടിച്ച് തൂത്തുവാരി കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് വിനോദന്റെ പാട്ടുകളുടെ ശൈലി. തീർച്ചയായിട്ടും ഞാനൊക്കെ മനസ്സുകൊണ്ട് ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് അദ്ദേഹത്തിന്റെ പാട്ടുകളെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആള് ടീം കൊണ്ടു നടക്കുന്ന ഒരു ലെവലുണ്ട്. ഒരു പാട്ട് ഡിമ്മായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളപ്പം കയറി ആളുടെ അസ്ത്രങ്ങൾ തൊടുക്കും. ആ തൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന് അതിനെ മറികടക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. അപ്പോൾ എന്നെപ്പോലുള്ളൊരു ഗായകനെ എപ്പോഴും വിനോദന്റെ ഓപ്പോസിറ്റ് പാടാനാണ് താല്പര്യം. അത് അപ്പോഴാണ് ശരിക്കും എന്താ പറയുക, മത്സര ബുദ്ധിയിൽ നമുക്ക് പാടാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അതിലുപരി ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് കൂടുതൽ നമ്മുടെ അടുത്ത് കളിച്ച് ജയിച്ചിരിക്കുന്നത്. ഞാനും ജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കളിച്ച്. അത് നമ്മളാ സ്പിരിറ്റ് അങ്ങനെയുള്ളൊരിത്. പക്ഷെ ഇതുപോലെ തന്നെ ഇപ്പുറത്ത് നടനയുടെ പോലെ തന്നെ നിൽക്കുന്നൊരു ടീമാണ് നാദം ആർട്സ് നെല്ലായി. അപ്പോൾ അതിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന വിനയൻ ചേട്ടൻ, വിനോദേട്ടൻ, ബിജുവേട്ടൻ, ഈ മൂന്ന് പേരും തരളി കൈകാര്യം ചെയ്യും. അസാധ്യമായിട്ട് ഉൺസ് പാട്ടുകളും പാടും. അതിൽ വിനയൻ ചേട്ടൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ആള് തെരളി മാത്രം നിൽക്കുന്നത്. പക്ഷെ ആളുടെ തെരളി വേറൊരു ശൈലിയാണ്, പ്രത്യേക തരം ശൈലിയാണുള്ളൊരു തെരളിയുടെ ഒരു പ്രത്യേകത. അപാര പിച്ചനാളുടെ തുടക്കം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു 45 മിനിറ്റൊക്കെ നിന്ന് പാടും, തൊഴിക്കും നിന്നിട്ട് പാട്ട്. ആളുടെ താടകമൊക്കെ 45 മിനിറ്റോളം ഉണ്ടാവണം എന്തായാലും. അപ്പം ഇവരൊക്കെ ഓപ്പോസിറ്റ് കളിക്കുക, പാടുക എന്നുള്ളത് നമുക്ക് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഞാൻ. പക്ഷെ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് അവരൊപ്പം ഒന്ന് മാറ്റുരച്ച് നോക്കാനുള്ള ആ ഒരു ഇതിലെത്തിപ്പെട്ടത്. പക്ഷെ ഇവരൊക്കെ ആയിട്ട് നമുക്ക് നല്ല സൗഹൃദമാണ്. കളിസ്ഥലത്ത് ചെന്നാലും ഇപ്പം എൻ്റെ ടീമോ അല്ലെങ്കിൽ ഞാൻ മറ്റു ടീമിലെങ്കിലും കളിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് ടീമിൻ്റെ അവരൊപ്പമായിരിക്കും ഞാൻ എപ്പോഴും. ഇപ്പം ഭരതം ആർട്സ് ടീം ഇട്ടു. അപ്പം അതിൽ ഞാനൊരു ട്യൂൺസ് പാട്ട് ചെയ്തിട്ടുണ്ട്. എഴുതിയത് സുകേഷ് ഏട്ടനാണ്, സംഗീതം എൻ്റെയാണ്. നമുക്ക് ആ ട്യൂൺസ് പാട്ടൊന്ന് പാടി 2 വരി പാടാം. ശിലയായി തീർന്നെൻ്റെ ജീവിതം, മണ്ണിൽ വിധി വന്ന് നടമാടി സ്നേഹാങ്കണം. ശിലയായി തീർന്നെൻ്റെ ജീവിതം, മണ്ണിൽ വിധി വന്ന് നടമാടി സ്നേഹാങ്കണം. പാഞ്ചാലമുരതിശയ രാജ്യം അതിലോല സുന്ദരം, പാഞ്ചാലേ മന്നനു മോദം മകളിന്നു ജാതയായി, മതിബിംബം കണിവെച്ച പൈതലായി വന്ന് അവൾക്കിന്ന് പ്രിയ പേരഹല്യയെന്ന്. ശിലയായി തീർന്നെൻ്റെ ജീവിതം, മണ്ണിൽ വിധി വന്ന് നടമാടി സ്നേഹാങ്കണം. കാലം കൂടേറിയകന്ന് ഋതുമാറ്റും നേരമായി, പ്രിയമകളവളന്നു വളർന്ന് ചെമ്പണ്ണിൻ ചേലുമായി, അഹല്യക്കന്നഴകേറ്റി മാതളം പൂത്ത് കൊതിയോടെ നിറവോടെ ദേവാങ്കന. സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. ചേട്ടൻ കുറേ എഴുതുന്ന ആളാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഉള്ളിൽ ശരിക്കും പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തിട്ടാണ്? ഒരു കുഴക്കണ ചോദ്യമാണ്. എന്നാലും പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പ്രണയിച്ചിട്ടുണ്ട്.
ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ പ്രണയിക്കുന്നുണ്ട്. പ്രണയം എന്ന് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രണയമല്ല, ആരാധനയാണ് എൻ്റെ കൺസെപ്റ്റിലുള്ളത്. അതായത് നമുക്കൊരു ക്യാരക്ടറിനോടുള്ള അടങ്ങാത്ത എന്താ പറയുക ഒരു ആരാധന, അഭിനിവേശം. അതിന് നമുക്ക് പ്രായോ നമ്മുടെ എന്താ പറയുക സ്ഥാനോ രൂപോ ഒന്നും അതിന് ഒരു വിഷയമല്ല. അപ്പം ആരാധിക്കുക എന്ന് പറയുന്ന, ഇപ്പം ഞാൻ ആരാധിക്കുന്നുണ്ട്. എൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ദേവിയാണ്. ദേവി സങ്കല്പത്തിനോടാണ് എൻ്റെ ആരാധന. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാട്ടുകളിലൊക്കെ ഞാൻ ദേവിനെ കുറിച്ചായിരിക്കും കൂടുതലും എഴുതുക. അപ്പോൾ എൻ്റെ പാട്ടുകളിൽ ഈ ദേവി കണ്ടമാനം കടന്നു വരുന്നതുകൊണ്ടാണ് ഈ രാവണൻ എന്നുള്ള പേരും കൂടി എനിക്ക് കിട്ടിയത്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരാളൊരു ക്യാരക്ടർ ഉണ്ടോ, ഞാൻ അങ്ങനെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പലരിലും ഉണ്ട്. പക്ഷെ അത് ഇപ്പം ഇങ്ങനെ ഒരു അവസരത്തിൽ ചോദിച്ചാൽ എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നത്, എനിക്ക് ആരാധന മാത്രമാണ് ഉള്ളത്, അത് ദേവിയോട് തന്നെയാണ്. അല്ലാതെ പ്രണയം എന്ന് പറഞ്ഞത് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. പ്രണയിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരുന്നത് പ്രണയത്തിൻ്റെ കാത്തിരിപ്പാണ്. ഇപ്പം നമുക്ക് ഒരാളോട് പ്രണയമുണ്ട്, അത് പറയാൻ നമ്മളെടുക്കുന്ന ആ ഒരു സമയമല്ലേ. ചിലർ ഒറ്റയടിക്ക് പോയി കണ്ടിട്ട് ഇഷ്ടമെന്ന് പറയും. പക്ഷേ നമ്മളത് ആ ഒരു പ്രണയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഒരു ടൈമുണ്ട്. ആ കാലഘട്ടമാണ് ശരിക്കും പ്രണയത്തിൻ്റെ കാലഘട്ടം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ലൊരു ഉത്തരമായി പോയി അത്. അല്ല ഞാൻ എൻ്റെ പ്രണയത്തിന്റെ കാഴ്ചപ്പാടും ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ വ്യക്തിത്വമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, മറ്റൊരാളുടെ കാഴ്ചപ്പാട് എനിക്ക് പറയാൻ പറ്റില്ല. അതെ 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 അതെ. അപ്പൊ ഇതാണ് എനിക്ക് പ്രണയത്തിനോടുള്ള കാഴ്ചപ്പാട്. പ്രണയഗാനം എന്തെങ്കിലും ഉണ്ടോ കയ്യില്? പ്രണയം ഗാനുണ്ട്, പ്രണയഗാനങ്ങള് ഉണ്ട്. കരൾ പൂവിലായിരം ഉതിരുന്നു തേൻ കണ്ണും കിളിക്കൊഞ്ചലഴകേ ദേവതേ എന്തേ മിഴിപ്പൂവിനുള്ളിൽ നീർക്കണം. കരൾ പൂവിലായിരം ഉതിരുന്നു തേൻ കണ്ണും കിളിക്കൊഞ്ചലഴകേ ദേവതേ എന്തേ മിഴിപ്പൂവിനുള്ളിൽ നീർക്കണം. ഗോമേതക കതിരൊള്ളി ചൂടി ശിംശിബം പൂപ്പൂത്ത നാൾ മേലെ വാനിലമ്പിള്ളി പാടി പ്രണയം പുതുകാവ്യമായി പൊന്നശോകവനിയിൽ പുതുതെന്നലൂർന്ന കുളിരിൽ പൊന്നശോകവനിയിൽ പുതുതെന്നലൂർന്ന കുളിരിൽ പ്രണയമന്താരഗന്ധമോടൊന്നു ലങ്കേശ്വരൻ. കരൾ പൂവിലായിരം ഉതിരുന്നു തേൻ കണം കിളിക്കൊഞ്ചലഴകേ ദേവതേ എന്തേ മിഴിപ്പൂവിനുള്ളിൽ നീർക്കണം. ചേട്ടാ, ചേട്ടൻ ചെയ്ത സംഗീതത്തിലേ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടാവല്ലോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പാട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആ പാട്ടിലേക്ക് ഒന്ന് കടന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ. പാട്ടുകൾ ഓരോ പാട്ടും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പുതുമയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഓണത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് നിവിൻ ആവാരം എന്നാണ് വിളിക്കുക, അങ്ങനെ 4 വരി കവിത കൊണ്ടുവന്നു. ചേട്ടാ, ഫേസ്ബുക്കിൽ കൂടെയാണ് പരിചയപ്പെടുന്നത്. ചേട്ടാ, ഞാനൊരു 4 വരി കവിത എഴുതിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് ട്യൂൺ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത ആ ഒരു പ്രത്യേക ടൈപ്പ് വരികൾ, അപ്പോൾ അതൊന്ന് അതിൻ്റെ 4 വരി ഞാൻ പാടാം. വെള്ളാരം കണ്ണുള്ള പെണ്ണേ എൻ്റെ മാനസ തേരിലെ പൊന്നേ, ഒരു നോക്കു കാണാനായി കാത്തിരുന്നു, ഒരു മാത്ര നീ എന്നിൽ വന്നിടുമോ, വെള്ളാരം കണ്ണുള്ള പെണ്ണേ. കരിമിഴി നീർക്കിളി അനുരാഗ പെൺകിളി അകതാരിൽ നീയെന്നും പൂത്തു നിന്നു, കരിമിഴി നീർക്കിളി അനുരാഗ പെൺകിളി അകതാരിൽ നീയെന്നും പൂത്തു
പൂത്തു നിന്നു കതിരിടും സ്നേഹസുധാമൃതേ നീ എൻ്റെ അകതാരിൻ മധുപാത്രം കവർന്നുവെന്നോ വിരഹത്തെ നൂറുന്ന വിരഹാർദ്ര സംഗീതം ശ്രീദേവി നീയെന്നും കൊതിച്ചിരുന്നു അനുരാഗം തീർത്തിന്നു വിരഹം വെള്ളാരം കണ്ണുള്ള പെണ്ണേ എൻ്റെ മാനസ തേരിലെ പൊന്നേ ഒരു നോക്കു കാണാൻ ഞാൻ കാത്തിരുന്നു ഒരു മാത്ര നീ എന്നിൽ വന്നിടുമോ വെള്ളാരം കണ്ണുള്ള പെണ്ണേ. അടിപൊളി, തകർത്തിട്ടുണ്ട് കേട്ടാ, സന്തോഷം, സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ. നമുക്കേ ചേട്ടന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏത് പാട്ട് പാടാൻ താല്പര്യം? ഇപ്പൊ കുറെ പാട്ടുകളുണ്ടല്ലോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലെപ്പോഴും ആരാധനയാണ്, ദേവിയോടുള്ള ആരാധനയായ കാരണം ചിന്തുപാട്ടുകളോടാണ് എനിക്ക് കൂടുതലും മനസ്സുകൊണ്ടുള്ള ഒരു എന്നൊരു പാട്ട് ഞാൻ പാടാം. ദേവി സരസിജ നാഭസോദരീ വീണ മധുര സ്വഭാവ മോഹിനി ശുഭരാഗം മോഹന അതിലൂറും ഗീതകം വനജേ നിൻ ശ്രീപാദം ഞാൻ തേടും രാഗം. ദേവി സരസിജ നാഭസോദരീ വീണ മധുര സ്വഭാവ മോഹിനി ശുഭരാഗം മോഹനം അതിലൂറും ഗീതകം വനജേ നിൻ ശ്രീപാദം ഞാൻ തേടും രാഗം. താമരമലരിതളിൽ വീണാദരിയാണു നീ വേദമനോഹരിയായി രാഗഭാവമാർന്നു നീ. താമരമലരിതളിൽ വീണാദരിയാണു നീ വേദമനോഹരിയായി രാഗഭാവമാർന്നു നീ. പ്രണവമനോഹരി മലരിതളാണു നീ ഞാൻ തേടും ശ്രീലകം അതിലിന്നൻ ജീവിതം സുരവീണ മധുവേണി മന്ദാരമോ നീ. ദേവി സരസിജ നാഭസോദരീ വീണ മധുര സ്വഭാവ മോഹിനി ശുഭരാഗം മോഹനം അതിലൂറും ഗീതകം വനജേ നിൻ ശ്രീപാദം ഞാൻ തേടും രാഗം. അപ്പൊ ഗൈസ്, ഇതാണ് ചേട്ടന്റെ മോൻ മഹേശ്വർ അല്ലേ? മഹേശ്വർ. അപ്പൊ മഹേശ്വർ കാണണമെന്നല്ല, എന്നാലും പാട്ടൊക്കെ പാടും അല്ലേ? പാട്ടൊക്കെ പാടില്ലേ? ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 9. അപ്പൊ നമുക്ക് ഒന്ന് പാടിയാലോ? തുടങ്ങല്ലേ? നീ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടാ, ടെൻഷൻ ചോദിക്കണ്ട. നീ ഇപ്പൊ എന്റെ മുത്ത് നോക്കും വേണ്ട, ഞാൻ വേണമെങ്കിൽ മാറിക്കാം. നീ നന്നായിട്ടാണ് പാടിക്കോട്ടാ. ഓക്കെ, അത് തുടങ്ങിക്കോ. അഴകേ കൊഞ്ചും കണിമലരേ പേടമാനിൻ മിഴിയഴകേ മഞ്ഞുറഞ്ഞു മഴക്കാറു നീങ്ങി ഹൃദയേ ഓമലേ എൻ പ്രാണനിൽ. അഴകേ കൊഞ്ചും കണിമലരേ പേടമാനിൻ മിഴിയഴകേ മഞ്ഞുറഞ്ഞു മഴക്കാറു നീങ്ങി ഹൃദയേ ഓമലേ എൻ പ്രാണനിൽ. പുഷ്പഗമ തേരു പറന്നു ദശമുഖമനമതിൽ മോദമായി ദിഗ്വിജയമതിൽ കുളിരാണ്ട് അഴകൊഴുകും ലങ്കാപുരി. ജൈത്രയാത്ര മധുരമുറഞ്ഞ് സുരബിലയമോഹനം ഹിമസാനുവിനരികെ പൂക്കൾ വിടരും വാടിയിൽ
മനമൂർന്നു പോ അഴകേ കൊഞ്ചും കണിമലരേ പേടമാനിൻ വിളിയഴകേ മഞ്ഞുറഞ്ഞു മഴക്കാറു നീങ്ങി ഹൃദയേ ഓമലേ എൻ പ്രാണനിൽ. കന്നിമാസത്തില് റിലീസാകുമോ എന്നൊരു പാട്ടാണ്. അതെ, കന്നിമാസത്തിൽ റിലീസാവും അല്ലേ? അതെ. അപ്പൊ നമുക്ക് കന്നിമാസം വരെ വെയിറ്റ് ചെയ്യാം. ഇവന്റെ ഈ പാട്ട് റിലീസാണ് കന്നിമാസത്തില്. അപ്പൊ എല്ലാരും കേൾക്കണം. അപ്പൊ മോനെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്, തകർത്തുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാ. അപ്പൊ ഗൈസ്, ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായത് സുമൻ ഇരിഞ്ഞാലക്കുട, അതായത് രാവണൻ എന്ന് അറിയപ്പെടുന്ന സുമൻ ഇരിഞ്ഞാലക്കുടയാണ് ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ട്. ചേട്ടാ, എന്തായാലും ചേട്ടനെ പോലെ ഒരു കലാകാരനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വിളിച്ചപ്പോൾ ചേട്ടൻ എന്നോട് സഹകരിച്ചല്ലോ, അതെന്നെ ഏറ്റവും വലിയ ഒരു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ, താങ്കളെ പോലുള്ള ആളുകൾ നമ്മളെ എടുത്ത് വരുമ്പോ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ ആരാധിക്കുന്നവരോട് ഞാൻ എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടിയാണല്ലോ. അത് ശരിയാ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ രംഗത്ത് വന്ന് ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എന്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറെ കലാകാരന്മാർ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരും അറിയപ്പെടാത്ത കുറെ ചേട്ടന് കുറച്ചും കൂടി അറിയപ്പെടുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അവരെ വീഡിയോ എടുക്കും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ എൻ്റെ തന്നെ സുഹൃത്തുക്കളായ പലരും അതേപോലെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചാനൽ വൻ വിജയമാവട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ആ ഫോളോ ബട്ടൺ ഒന്ന് അമക്കണം. അതേപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലേക്ക് കൂടി ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കലാകാരെ പരിചയപ്പെടാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.